السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാന്തങ്ങൾ നിറഞ്ഞ നാട്ടുകാരെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനിച്ചവൻ ഒരു നാൾ മരിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് നാം മരിക്കുമെന്നത്. മരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയോ ആളുകളുടെ, നമ്മുടേക്കാൾ പ്രായം കുറഞ്ഞതും കൂടിയതുമായ ആളുകളുടെ ജനാസ ഖബറടക്കിയവരാണ് നമ്മൾ. ഓരോ ജനാസ ഖബറടക്കുമ്പോഴും മിൻഹാ ഖലഖനാകും വമിൻഹാ നുഈദുകും വമിൻഹാ നുഹ്രിജുകും ദാറത്തൻ നുഹ്റ എന്നും പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുമ്പോൾ ആ മയ്യത്ത് നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. നീയും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ പോകാനുള്ളവനാണെന്ന് ആ മയ്യത്ത് നമുക്കൊരു പാഠം തരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, തൻ്റെ സമയമെത്തിയാൽ ഒരു നഫ്സിനെയും ഞാൻ പിന്തിക്കുകയില്ല എന്ന്. അറിയില്ലേ ഉസ്മാന് തങ്ങളെ? അതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കേൾക്കുമ്പോൾ അതാ കരയുകയാണ്. അതേ നരകത്തിനെ കേൾക്കുമ്പോൾ കരയുന്നില്ല. അതേ ഈ സ്വഭാവം കണ്ടിട്ട് അതാ സ്വഹാബത്തുകൾ ചോദിച്ചു, അല്ലയോ ഉസ്മാന് തങ്ങളെ, നിങ്ങൾ എന്തൊരു വിചിത്രമായ സ്വഭാവമാണ്. അതേ നരകത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ കരയുന്നില്ല, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താ പൊട്ടി കരയുന്നത്? അപ്പോൾ അതാ ഉസ്മാന് തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്. എന്നെ ആളുകൾ ഖബറടക്കിയിട്ട് അവർ തിരിച്ചു പോയാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുകയാണ്. ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ആദ്യത്തെ വീടായ ഖബർ എന്ന ആ വീടുണ്ടല്ലോ, അത് എനിക്ക് അവിടെ ഞാൻ വിജയിച്ചാൽ എൻ്റെ ആഖിറം വിജയിച്ചു. അവിടെ എങ്ങാനും നഷ്ടപ്പെട്ടാൽ എൻ്റെ ആഖിറം പരാജയത്തിലാണ്. ഇതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുകയാണ്. ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ അല്ലെങ്കിൽ ആലോചിക്കുന്നവൻ അവൻ മരണത്തിനെ കൊതിക്കുകയില്ല. ചെറുകോട നടക്കുന്ന ചെറുപ്പക്കാരാ, എനിക്ക് ഇനിയും ഒരുപാട് ആയുസ്സുണ്ട്, എനിക്കിന്നും ഒരുപാട് കാലം ജീവിക്കാം എന്ന ചിന്തയൊക്കെ വെറുതെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു സമയമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ ഈ നിമിഷം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോടുകൂടെ, അതേ കുടുംബക്കാരോടുകൂടെ, മക്കളോടുകൂടെ, ഭാര്യമാരോടുകൂടെ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിനെ നിങ്ങളൊന്ന് ചിന്തിക്കണേ. ആ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിനെ ഒന്ന് നിങ്ങൾ നോക്കണേ. ആ കാലിലിട്ട ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വാറ് നിങ്ങളോട് എത്ര അടുത്തിരിക്കുന്നോ അതുപോലെ നിങ്ങളുടെ മരണം അതേ അടുത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരിച്ചുപോയുടെ ഖബറിടം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.